ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുറേ ആഴ്ചകളായി നമ്മൾ ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിത്യസത്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യൻ്റെ മരണം, വിധി, അന്ത്യം, അതായത് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം തുടങ്ങിയ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധരുടെ ദർശനങ്ങൾ എപ്രകാരം ഈ രഹസ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായകമാകുന്നു എന്ന വസ്തുതയും നമ്മൾ പഠനവിധേയമാക്കുകയായിരുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ഈ നിത്യസത്യങ്ങളിൽ പ്രധാനപ്പെട്ട പൊതുവിധി, അതേ തുടർന്നുള്ള സ്വർഗീയ ജീവിതം, ഇതേക്കുറിച്ചുള്ള വിശുദ്ധരുടെ ദർശനങ്ങളും അതുപോലെ മറ്റ് സഭാ പ്രബോധനങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. പൊതുവിധിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് മരണത്തിൻ്റെ വക്കേലെത്തിയിട്ട് തിരിച്ചു പോന്നു എന്ന് പറയുന്ന കുറേ വിവരണങ്ങൾ, അവകാശവാദങ്ങൾ. അവ ഒട്ടനവധി ഉള്ളതുകൊണ്ടും അവരിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടും ഞാൻ ആരുടെയും പേര് പറയാനോ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മരിച്ച ഒരാൾ സ്വർഗത്തിൽ എത്തി അല്ലെങ്കിൽ നരകത്തിൻ്റെ വക്കയിലെത്തിയപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് ഒരവസരവും കൂടെ തന്നേക്കാം, നീ ഭൂമിയിൽ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയ ശരീരം എഴുന്നേറ്റ് വന്നു എന്നൊക്കെ പറയുന്ന പല കഥകളും വിവരണങ്ങളുമുണ്ട്. അവരുടെ വിവരണങ്ങളുടെ ആത്മാർത്ഥതയോ ആധികാരികതയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ സഭാപ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഒരാൾ സത്യമായും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചതാണ് എങ്കിൽ ആ വ്യക്തിയെ ദൈവം എന്നേക്കുമായി ഇവിടെ നിന്ന് മാറ്റി. അതല്ല എങ്കിൽ മരിച്ചു എന്ന തോന്നലേ ഉണ്ടാവും. മരിച്ചു എന്ന് ഡോക്ടർമാർ തെറ്റായി വിധി എഴുതിയതാകും. അത്തരം വ്യക്തികൾ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നെന്നോ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നോ ഒക്കെ പറയും, നമ്മൾ മനസ്സിലാക്കും. പക്ഷേ മരിച്ച് ദൈവസന്നിധിയിലെത്തി വിധിയുടെ സമയത്ത് ഇനി നീ ഒന്നുകൂടെ പോയി ജീവിച്ചേച്ചു വാ എന്ന മട്ടിൽ ദൈവം പറഞ്ഞു വിട്ടു എന്ന അവകാശവാദവുമായി വരുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം എന്താണ്? ഈശോ തന്നെ അത് വ്യക്തമായി പറഞ്ഞു, ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ ലാസർ ചോദിക്കുന്നുണ്ട്, പിതാവായ അബ്രാഹമേ, മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. മരിച്ചവരിൽ നിന്ന് ഒരുവൻ മാത്രമേ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, അത് ദൈവപുത്രനായ ഈശോ മിശിഹായി. അവനെ അനുസരിക്കുക എന്നുള്ളതാണ് രക്ഷയുടെ കവാടം. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു മരണവക്ത്രത്തിൽപ്പെട്ടവരുടെ അനുഭവങ്ങളെ ആധാരമാക്കി സഭാപ്രബോധനങ്ങളെ തെറ്റിദ്ധരിക്കാനോ സഭാപ്രബോധനങ്ങളെ വിശകലനം ചെയ്യാനോ മുതിരുന്നതിൻ്റെ പിന്നിൽ ഇപ്രകാരം ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട് എന്നുള്ളത് ആരും വിസ്മരിക്കരുത്. മരണത്തിലൂടെ ദൈവം ഒരാത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ഈ ഭൂമിയിൽ നിന്ന് വേർതിരിച്ചുവെങ്കിൽ പിന്നെ ആത്മാവ് തിരികെ ഈ ശരീരവുമായി സന്ധിക്കുന്നത് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് തിരുസഭയുടെ പ്രബോധനവും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സാക്ഷ്യവും എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളെ, അല്ലെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നു എന്ന അർത്ഥത്തിൽ വിശദീകരിക്കുന്നവരെ, അനുഭവസാക്ഷ്യം നൽകുന്നവരെ വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. അവരാരും മരിച്ചവരല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കും. അത് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് സൂചന നൽകുക.
ഇന്ന് മനുഷ്യർക്ക് ഒത്തിരിയേറെ താല്പര്യമുള്ള കുറേ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ ഉണ്ട്. അവയെ പ്രചരിപ്പിക്കുന്ന ആളുകൾ കാണും, വൈദികർ തന്നെ ഉണ്ടാകാം. അവരുടെ ഒന്നും ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സഭയുടെ പ്രബോധനങ്ങളെ സാധൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നടത്തുന്ന അനുഭവ സാക്ഷ്യങ്ങൾ വെൽ ആൻഡ് ഫൈൻ എന്ന് മാത്രമേ ഞാനതേക്കുറിച്ച് പറയുന്നുള്ളൂ. അവ കുഴപ്പമില്ല. അല്ല എങ്കിൽ അത്തരം അനുഭവങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുന്നുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കുക. ശരി, നമ്മൾ ഈ പൊതുവിധിയിലേക്ക് ആണ് ഇനി കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി നമ്മൾ പൊതുവിധിയിലേക്കാണ് പോകും. പൊതുവിധിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ തനത് വിധി, നിത്യവിധി തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുള്ള ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ ഉള്ളത്. വിശുദ്ധാത്മാക്കൾ മിക്കവരും തന്നെ ഇപ്രകാരമുള്ള പൊതുവിധിയെക്കുറിച്ചുള്ള ദർശനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അതായത് ഈ പൊതുവിധിയും തനത് വിധിയിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തുടങ്ങിയിരുന്നു. തനത് വിധിയും പൊതുവിധിയും തമ്മിലുള്ള വ്യത്യാസം, തനത് വിധി മരണനിമിഷത്തിലാണെങ്കിൽ പൊതുവിധി യുഗാന്ത്യത്തിൽ മിശിഹായുടെ രണ്ടാം വരവിൻ്റെ സമയത്താണ് പൊതുവിധി സംഭവിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ പൊതുവിധി പിന്നെന്തിനാണ്? തനത് വിധിയിൽ ദൈവം ഒരാത്മാവിന് നരകം വിധിച്ചുവെങ്കിൽ പൊതുവിധിയിലും നരകം തന്നെയായിരിക്കും. തനത് വിധിയിൽ ദൈവം ഒരാത്മാവിന് സ്വർഗമാണ് വിധിച്ചത് എങ്കിൽ പൊതുവിധിയിലും സ്വർഗം തന്നെ, മാറ്റമൊന്നുമില്ല. പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു പൊതുവിധി എന്ന് ചോദിക്കുന്നവർ കാണും. ആവശ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, തനത് വിധിയിൽ ദൈവം ഒരാത്മാവിന് എന്തുകൊണ്ട് നരകം കൊടുത്തു, എന്തുകൊണ്ട് സ്വർഗം കൊടുത്തു എന്നുള്ളത് ആ ആത്മാവിനും ദൈവത്തിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നരകത്തിൽ പോയി. ദൈവമേ, നീ എന്തുകൊണ്ട് നരകത്തിലേക്ക് വിട്ടു ആ മനുഷ്യനെ? നമുക്കറിഞ്ഞുകൂടും. പക്ഷേ പൊതുവിധിയിൽ എന്ത് സംഭവിക്കും? ദൈവം തൻ്റെ പ്രവൃത്തി നീതിപൂർവമായിരുന്നു എന്ന് സകല സൃഷ്ടികളെയും ബോധ്യപ്പെടുത്തുന്ന അവസരമാണ് പൊതുവിധി എന്നാണ് തിരുസഭ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവം ഒരാത്മാവിനെ പൊതുവിധിയിലേക്ക് വിട്ടു. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും മരിച്ചു. ഒരാളെ മത്തായിയെ ദൈവം വിധിച്ചു, നരകത്തിൽ കൊണ്ടുപോയി. മറിയാമ്മയെ ദൈവം സ്വർഗത്തിൽ കയറ്റിവിട്ടു. സ്വർഗത്തിലെത്തിയിട്ട് മറിയാമ്മച്ചിക്ക് വളരെ സങ്കടവും വിഷമവും ഒന്നുമല്ലേലും, ദൈവമേ എൻ്റെ കെട്ടിയവനെ നീ കൊണ്ട് നരകത്തിലിട്ടില്ല. പാവം ആ മനുഷ്യന് എന്താ ഇത്ര ദോഷം? നരകത്തിൽ പോകാൻ മാത്രം എന്നാ ചെയ്തത്? വല്ല വാരാന്ത്യത്തിലും 2 ഗ്ലാസ് ചാരായം കുടിച്ചേച്ച് വന്ന് ചീത്തയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഒഴിച്ചാൽ ആ മനുഷ്യൻ എന്നെയും പിള്ളേരെയൊക്കെ നോക്കിയതല്ലേ തമ്പുരാന്. ദൈവത്തോട് മറിയാമ്മച്ചിക്ക് ഒരു പിണക്കമാണ്. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞു പൊതുവിധി വന്നു. പൊതുവിധി വന്നപ്പോൾ എന്താ സംഭവിക്കുക? ഉദാഹരണം പറഞ്ഞാൽ പൊതുവിധിയിൽ ആകാശം ഒരു TV സ്ക്രീനായി അങ്ങ് മാറും എന്ന് വിചാരിക്കും. ആകാശം മുഴുവൻ ഒരു TV സ്ക്രീനാണ്. നമ്മൾ ചെയ്തത് സകല സൃഷ്ടികളെയും ദൈവം വെളിപ്പെടുത്തുന്നു എന്ന ആശയത്തെ വിശദീകരിക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഈ ആകാശത്തിലെ TV സ്ക്രീനിൽ നമ്മൾ ചെയ്തതെല്ലാം കാണുന്നു. എന്തുകൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് നാം നരകത്തിന് അർഹമായി? അല്ല, എന്തുകൊണ്ട് നമ്മൾക്ക് സ്വർഗം കിട്ടി? ഈ സത്യം ദൈവം വെളിപ്പെടുത്തുക. മറിയാമ്മ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇതാ മത്തായി ചേട്ടൻ പോകുന്നു. രാത്രി ചൂട്ടും മിന്നിച്ച് ഓരോ വഴിക്ക് പോകുന്നു. മറിയാമ്മ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല ആളുകളുടെയും കൂടെ, പല സ്ത്രീകളുടെയും കൂടെ മത്തായിയെ കണ്ട് മറിയാമ്മയുടെ ചങ്ക് കിടിഞ്ഞു. ഉടയതമ്പുരാന്, ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മറിയാമ്മയ്ക്ക് അറിയില്ല. ഇയാൾ രാത്രി മീൻ പിടിക്കാൻ പോവുക, ഊത്ത പിടിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവർ. പക്ഷേ പോയത് ഇതിനാണെന്ന് ഇപ്പോഴാണ് മറിയാമ്മയ്ക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മറിയാമ്മ കൈകൂപ്പി പറഞ്ഞു, ദൈവമേ നീ നീതിമാൻ, അത് ഞാൻ അവിടെ കിടക്കട്ടെ. അതായത് തനത് വിധിയിൽ ദൈവം നടത്തിയ ഒരു വിധിയുടെ കാര്യകാരണ സഹിതം ദൈവം സകല സൃഷ്ടികളെയും
തൻ്റെ വെളിപാടിലൂടെ ബോധ്യപ്പെടുത്തുന്ന അവസരമാണ്. പൊതുവിധി കഴിയുമ്പോൾ എല്ലാവരും ഒരു സ്വരത്തിൽ പറയും, ദൈവം നീതിമാനാണ് എന്ന സത്യം. മനുഷ്യൻ്റെ തെറ്റ് മാത്രമല്ല, നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികളും അവിടെ വെളിപ്പെടും. നന്മ ചെയ്താൽ അതും ദൈവമായ കർത്താവ് വെളിപ്പെടുത്തും. ഈ മനുഷ്യൻ ഇന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്തു. വലത് കൈ അറിയാതെ ഇടത് കൈ ചെയ്ത പ്രവൃത്തികൾ, ഇടത് കൈ അറിയാതെ വലത് കൈ ചെയ്ത ദാനധർമ്മങ്ങൾ, ആരുടെയും പ്രശസ്തിക്കും പുണ്യത്തിനും കയ്യടിക്കും വേണ്ടിയല്ല, ദൈവസ്നേഹത്തെ പ്രതി ചെയ്ത എല്ലാം പ്രിയപ്പെട്ടവരെ അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സകല പ്രവൃത്തികളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ടെലിവിഷൻ ക്യാമറകളും ചാനലുകാരുടെ ഒളിക്യാമറയൊക്കെ അടുത്ത കാലത്തുണ്ട്. പക്ഷേ ഒടേതമ്പുരാൻ്റെ മാലാഖമാരുടെ ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിക്കും മോൾ. പണ്ട് ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാറ് എഴുന്നേറ്റ് ചോദിച്ചു, അച്ഛാ കുമ്പസാരിച്ച് കഴിഞ്ഞാലും ഇത് ദൈവം തമ്പുരാൻ കാണിക്കുമോ? സാറ് ഏതോ വേണ്ടാധീനം കാണിച്ചേച്ച് വന്ന് കുമ്പസാരിച്ച് മനസ്സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അന്ത്യവിധി പ്രഭാഷണം. സാറ് ചോദിച്ചത് ശരിയാ, പക്ഷെ ആശ്വസിച്ചു. കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ശരിയായ അനുതാപത്തോടെ പാപത്തെ ഓർത്ത് അനുതപിച്ച് കുമ്പസാരിച്ച് പാപം മോചനം ലഭിച്ചുവെങ്കിൽ പിന്നെ അത് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയത് പലർക്കും ഇപ്പോൾ ആശ്വാസമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് തനത് വിധിയും പൊതുവിധിയും ഉള്ളടക്കത്തിൽ ഒന്നാണ് എങ്കിലും അത് രണ്ടും ആവശ്യമുണ്ട് എന്ന സഭാപ്രബോധനത്തിൻ്റെ അർത്ഥമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. വീണ്ടും പൊതുവിധിയിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ മാറ്റം എന്ത് എന്ന് ചോദിച്ചാൽ, ശുദ്ധീകരണ സ്ഥലം ഇല്ലാതാകും. പൊതുവിധിയുടെ സമയം വരെ ശുദ്ധീകരണ സ്ഥലമുള്ളൂ. അത് കഴിഞ്ഞ എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും ദൈവം സ്വർഗഭാഗ്യം നൽകുന്നു. ഒരു ശുദ്ധീകരാത്മാവ് പരമാവധി ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടത് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരെ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നാലാമത്തെ മാറ്റം, തനത് വിധിയിൽ നിന്നുള്ള മാറ്റം. തനത് വിധി ഒരാത്മാവ് മാത്രം അനുഭവിച്ചു തുടങ്ങിയതാണ് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ശരീരം അവിടെ ഇല്ല. എന്നാൽ തനത് വിധിയിൽ ദൈവം ആത്മാവിന് കൊടുത്ത ഈ വിധി ശരീരത്തിൻ്റെ ഉയർപ്പ് സംഭവിക്കുന്നതിനാൽ പൊതുവിധിയിൽ ശരീരവും ആത്മാവും ചേരുന്ന സമഗ്ര മനുഷ്യൻ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, പൊതുവിധിയുടെ സമയത്ത് കല്ലറയിൽ സംസ്കരിച്ചിരുന്ന മണ്ണോട് മണ്ണായി തീർന്ന മണ്ണിൻ്റെ അടിസ്ഥാന മൂലകങ്ങളായി രൂപാന്തരപ്പെട്ടു പോയ നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. അതാണ് യുഗാന്ത്യത്തിൽ ദൈവദൂതൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ സകലരും ഖബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നത് ഈ ശരീരങ്ങളുടെ അവസ്ഥ. ആ ശരീരം അവയുടെ ആത്മാക്കളോട് ചേരുന്നു. നമ്മുടെ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ എത്തേണ്ടതാണ്. ശരീരം ഉയർക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. ഈശോ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ ശരീരവും ഉയർക്കും. ഉയർത്തെഴുന്നേറ്റ് ഈശോയ്ക്ക് ശരീരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ തോമാസിയായോട് പറഞ്ഞ്, വന്നെൻ്റെ കയ്യെ തുടര, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്ക് എന്നൊക്കെ തോമാസിയായോട് ഈശോ പറഞ്ഞു. മഗ്ദലന മറിയത്തോട് എന്നെ തുടരുത് എന്ന് ഈശോ പറയുന്നില്ല. ശിഷ്യന്മാർ ഈശോയെ കണ്ടപ്പോൾ ഏതോ ഭൂതമോ പ്രേതമോ എന്ന് വിചാരിച്ച് പേടിച്ചപ്പോൾ ഈശോ എന്നെ ചോദിച്ചത്, നിങ്ങളുടെ ഈ മീമെല്ലാം ഉണ്ടോളാം ചോദിച്ചു. ഈശോ ഉണ്ടേ ഒരു കഷ്ണം എടുക്കാൻ പറഞ്ഞു. നല്ല നെയ്മീൻ പൊരിച്ചത്, അയക്കൂറ പൊരിച്ച് ഒരെണ്ണം ശിഷ്യന്മാർ കൊടുത്തു. മിശിഹ അത് മൊത്തം അകത്താക്കി. അതിൻ്റെ അർത്ഥം എന്താ? മിശിഹായ്ക്ക് ശരീരം ഉണ്ടെന്നല്ലേ. പക്ഷെ ആ ശരീരത്തിന് ചില സൂക്ഷ്മഭാവങ്ങൾ കൂടിയുണ്ട് എന്നതാ സത്യം. എന്താണ്? നിന്ന നിപ്പിൽ ഈശോ അപ്രത്യക്ഷമാകുന്നു. കഥ കടച്ചിട്ടാലും ഈശോയ്ക്ക് അകത്ത് കയറി വരാൻ സാധിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? ഈശോയ്ക്ക് സ്ഥൂലഭാവം മാത്രമല്ല ശരീരത്തിനുള്ളത്, സൂക്ഷ്മഭാവങ്ങളും കൂടിയുണ്ട്. അതാണ് പഴയ വണക്കമാസ പുസ്തകത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. അക്ഷയം, ലഘുത്വം, ദീപ്തി, ഗുരുത്വമാർന്ന ഗുണങ്ങളോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവേ എന്നാണ് ആ പ്രാർത്ഥന തുടങ്ങി. ശരിയാണ്.
അക്ഷയം, ഒരിക്കലും ക്ഷയിക്കാത്ത ശരീരമായി അത് മാറുന്നു. ലഘുത്വം എന്ന് പറഞ്ഞാൽ കഥ കടച്ചിട്ടാൽ അകത്ത് കയറി വരാം. ഒരേ സമയത്ത് ഇവിടെ കോഴിക്കോട് നിൽക്കാം, അതേസമയം ബോംബെ നിൽക്കാം, വാഷിങ്ടണിൽ നിൽക്കാം, പാരീസിൽ നിൽക്കാം. അതാണ് ഈ ലഘുത്വം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പരിമിതിയെ അതിൽ ജീവിച്ചു. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടുതാൻ. അങ്ങനെയുള്ള ദിവ്യമായ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു ശരീരത്തോടെ മനുഷ്യൻ അവൻ്റെ സമഗ്രതയിൽ നിത്യജീവിതം തുടരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ പൊതുവിധിയിൽ സംഭവിക്കും. പൊതുവിധിയാണ് ഈ അന്ത്യവിധി. അന്ത്യവിധിയിൽ ഇപ്രകാരമുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പൊതുവിധിയേ ഉള്ളൂ, തനത് വിധിയില്ല. ഇനി തനത് വിധിയുണ്ട്, പൊതുവിധിയില്ല എന്നൊക്കെ വാദിക്കുന്ന പല വിഭാഗങ്ങളും വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒരു കാലമായതുകൊണ്ടാണ് ഇവയെക്കുറിച്ച് നാം സവിസ്തരം പഠിക്കാൻ ശ്രമിച്ചത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി ശേഷിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ്. സ്വർഗത്തെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തെക്കുറിച്ച് ദർശനം കാണാത്ത വിശുദ്ധാത്മാക്കൾ ഉണ്ടോ എന്ന് തന്നെ സംശയം. സ്വർഗത്തെ അനുഭവിച്ചറിഞ്ഞവരെല്ലാം ഈ ഭൂമിയുടെ ഏത് വേദനയും നേരിടാൻ തയ്യാറായിരുന്നു. അൽഫോൻസ പുണ്യവതി സ്വർഗത്തെ സ്വപ്നം കണ്ടവളാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി സ്വർഗത്തിൻ്റെ ആനന്ദം അറിഞ്ഞേ പിന്നെ ഈ ഭൂമിയുടെ ഒരാനന്ദവും ഒന്നുമല്ല എന്നാണ് ഈ രണ്ട് വിശുദ്ധകളും സ്വർഗത്തെ കണ്ടപ്പോൾ പറഞ്ഞത്. സ്വർഗീയ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഈ ഭൂമിയുടെ ആനന്ദമൊന്നും ഒരാനന്ദമേ അല്ല എന്ന് തോന്നുന്നു. സ്വർഗമറിയാത്തവർക്ക്, സ്വർഗമെന്ത് എന്ന് മനസ്സിലാകാത്തവർ ഈ ഭൂമിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയൊക്കെ അതാണ് സ്വർഗം എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം. നമുക്കറിയാം, വിശുദ്ധാത്മാക്കൾ നമ്മൾ ഈ എല്ലാ രഹസ്യങ്ങളെയും വിശദീകരിക്കാൻ ഉപയോഗിച്ചത് വിശുദ്ധ മരിയ ഫൗസ്തീന കോവൽസ്കി എന്ന പോളണ്ടുകാരി സിസ്റ്ററിൻ്റെ ദർശനങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ച്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒക്കെ, വിധിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഈ പുണ്യവതിയുടെ ദർശനങ്ങൾ നമ്മൾ അവലംബമാക്കുകയുണ്ടായി. ഈ പുണ്യവതിയും സ്വർഗത്തെക്കുറിച്ച് ദർശനം തരുന്നു. അവർ പറയുകയാണ്, ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോവുക, കല്ലും മുള്ളും ചെളിയും നിറഞ്ഞ് കുത്തനെയുള്ള കയറ്റം കയറിയതുപോലെ ഇങ്ങനെ കയറിപ്പോവുക. ഭയങ്കര ദുഷ്കരമാണ്. വളരെ വളരെ ദുഷ്കരമായി വഴിയിലൂടെ നടക്കുക അചിന്ത്യനീയമാം വിധം ദുഃഖകരമാണ്. പക്ഷേ ആ വഴി നടന്ന് നടന്നങ്ങ് ചെല്ലുമ്പോഴോ അതീവ സുന്ദരമായ ഹൃദയഹാരിയായ ഒരു ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കും. മാലാഖമാരുടെ ആനന്ദ കീർത്തനം. നാം എത്തിപ്പെട്ടത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായൊരു സൗഭാഗ്യത്തിൻ്റെ ഭൂമികയിലേക്ക് എന്നാണ് വിശുദ്ധ മരിയ കോവൽസ്കിയുടെ കണ്ടെത്തൽ. ഫൗസ്തീന പുണ്യവതി പറയുന്ന ഈ ഒരു ചിന്ത ചേർത്ത് വയ്ക്കുക പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ ഇങ്ങനെ സ്വർഗീയ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശരീരഭാരമില്ലാതെ അദ്ദേഹം പള്ളിയുടെ മേൽക്കൂര വരെയും ശരീരം പൊങ്ങിപ്പോവുകയും ചെയ്തത് നേരിട്ട് കണ്ട ശിഷ്യരുണ്ടായിരുന്നു എന്ന ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. കാരണം ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ധ്യാനം, സ്വർഗീയ ഐക്യത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് വേറിട്ട ഒരനുഭവമാണ്. ഭൂമിയും ഭൂമിയുടേതൊന്നും നമ്മളെ ബന്ധിക്കാത്ത ഒരനുഭവമാണ് ഭൗമിക സ്വർഗീയത എന്ന് പറയുന്നത്. ഭൂമിയിലെ സന്തോഷങ്ങൾ അനുഭവിച്ചിട്ട് ഞാൻ സ്വർഗീയ സന്തോഷത്തിലാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്, അത് അബദ്ധമാണ്. സ്വർഗീയ അനുഭവം കിട്ടിയ വിശുദ്ധാത്മാക്കളൊക്കെ ഭൂമിയിൽ അത് ദൃശ്യവൽക്കരിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ദൃശ്യവൽക്കരിച്ചത്? അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് പൊങ്ങിപ്പോയെന്ന്. പള്ളിയുടെ മോന്താഴത്തെ തട്ടിയാണ് അസീസി പുണ്യാളിനൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നിന്നിട്ട് അത് കഴിയുമ്പോൾ പയ്യെ താന്ന് വന്നിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ
അതൊരു വലിയ പ്രതീകാത്മകമായ ദർശനമാണ്. എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗം അറിയും തോറും ഈ ഭൂമി നമുക്ക് ആകർഷണ വിഷയമല്ലാതെ ആയിത്തീരും. ഭൂമി നമ്മളെ ബന്ധിക്കുന്നില്ല. ഭൂമിയുടെ ഒരു പ്രലോഭനവും മനുഷ്യനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും പല പാപങ്ങളോടും പോരാടിയിട്ടും മനുഷ്യൻ വീണുപോകുന്നു? പല തഴക്കദോഷങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? വചനം തരുന്ന ഉത്തരം, നമുക്ക് സ്വർഗത്തിൻ്റെ ടേസ്റ്റ് ഇതുവരെയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ അറിഞ്ഞവൻ ഒരിക്കലും ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ പിന്നാലെ ഓടില്ല എന്നാണ് വിശുദ്ധാത്മാക്കളെല്ലാം തരുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും സമ്പൂർണമായ ദർശനം എവിടെയാണ് കാണാൻ പറ്റുക? തീർച്ചയായും അത് യോഹന്നാൻ ശ്ലീഹ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്നതാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും പൂർണ്ണതയുള്ള വെളിപാട്. വിശുദ്ധ യോഹന്നാനെ സ്വർഗീയ ദൂതൻ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുന്ന ദർശനം, സ്വർഗത്തിൻ്റെ വിരി തുറക്കുന്നു. ദൈവദൂതന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ട ദൈവത്തിൻ്റെ സിംഹാസനം കാണുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞാട സിംഹാസനത്തിൻ്റെ വലതുവശത്ത്, പരിശുദ്ധ റൂഹ പരിശുദ്ധാത്മാവ് സിംഹാസനത്തിൻ്റെ ഇടതുവശത്ത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദർശനം ലഭിക്കുമ്പോൾ സ്വർഗവാസികൾ ഒന്നാകെ സാഷ്ടാംഗം പ്രണമിച്ച് സകലത്തിൻ്റെയും നാഥാ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് പാടി ആർത്തു സ്തുതിക്കുന്നു. ഉടനെ സ്വർഗീയ വൃന്ദം മാലാഖമാരൊന്നിച്ച് ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു. സ്വർഗീയ ദർശനത്തിൽ വീണ്ടും യോഹന്നാൻ കാണുകയാണ്, തുകൽ ചുരുളുകൾ നൽകപ്പെട്ട ദൂതന്മാർ അവയിൽ നിന്ന് രക്ഷയുടെ രഹസ്യങ്ങൾ ഉച്ചത്തിൽ വായിക്കുന്നു. 4 ജീവികൾ, അവയ്ക്ക് ശരീരം നിറയെ കണ്ണുകൾ. ശരീരം നിറയെ കണ്ണെന്ന് പറഞ്ഞ കണ്ണ് വെളിപാട് സാഹിത്യത്തിൽ ജ്ഞാനത്തിൻ്റെ അടയാളമാണ്. ശരീരം നിറയെ കണ്ണെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ജീവികൾ. അവയിൽ ഒന്ന് മനുഷ്യനെ പോലെയും, ഒന്ന് കാളയെപ്പോലെയും, ഒന്ന് സിംഹത്തെ പോലെയും, ഒന്ന് കഴുകനെ പോലെയും കാണപ്പെട്ടു. അവ 4 സുവിശേഷങ്ങളാണ് എന്ന് നമുക്കറിയാം. ആ 4 സുവിശേഷങ്ങളുടെ സമ്പൂർണ്ണ ജ്ഞാനത്താൽ സ്വർഗമാകെ പ്രകാശിതമായി എന്ന് വിശുദ്ധ യോഹന്നാൻ പറയുക. കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസവും രക്തവും പങ്കിട്ട് നൽകും. കൊല്ലപ്പെട്ട കുഞ്ഞാട് സകലർക്കും സമാധാനം ആശംസിക്കുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്നൊരു കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ ദർശനത്തെ വിശദീകരിച്ചാലും നമ്മൾ മതിവരാത്ത ഒരു അനുഭവത്തിലാണ്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു അനുഭവം ഈ ഭൂമിയിലുണ്ട് എങ്കിൽ അത് ഈ ഭൂമിയിലെ വിശുദ്ധ കുർബാനയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്ത് എന്ന് ചോദിച്ചാൽ ഈശോ പറഞ്ഞത് തന്നെയാണ്. ഈ ഭൂമിയിൽ ഈശോയോട് ഒന്നുചേരാനുള്ള ഏറ്റവും നല്ല വഴി അവിടുത്തെ ശരീരം ഭക്ഷിച്ച് അവിടുത്തെ രക്തം പാനം ചെയ്ത് ഈശോയുമായി ഐക്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം സ്വർഗത്തിൽ എത്തിക്കഴിയുക. ഈ ഭൂമിയിൽ സ്വർഗം നമ്മൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. എല്ലാ വിശുദ്ധരും നമുക്ക് കാണിച്ചു തരുന്ന ദർശനം അതാണ്. സ്വർഗത്തിലേക്ക് നമ്മെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരുക്കുകയും സ്വർഗീയ ആനന്ദം നമുക്ക് പകർന്നു തരികയും ചെയ്യുന്ന രക്ഷയുടെ ദിവ്യമായ രഹസ്യമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് സത്യവിശ്വാസം ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാനയും കൂദാശകളും ഉപേക്ഷിച്ച് പോകുന്ന സകല ക്രൈസ്തവ വിഭാഗങ്ങളോടും സ്നേഹബുദ്ധിയ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ, വെളിപാട് ഗ്രന്ഥകാരൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ള സത്യം ഇതാണ്: തിരിച്ചു വരിക. മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് വിശുദ്ധ കുർബാനയാകുന്ന ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക.
അവിടെയാണ് നീ സ്വർഗം അനുഭവിച്ചു തുടങ്ങുന്നത്, സ്വർഗം ജീവിച്ചു തുടങ്ങുന്നത്, സ്വർഗം ഒരു സത്യമെന്ന് നിനക്ക് ബോധ്യം വരിക. സ്വർഗത്തിൻ്റെ വഴിയെ ദൈവം സകല മനുഷ്യകുലത്തെയും നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മുടെ നിത്യമായ ഭവനവും ലക്ഷ്യവുമാകട്ടെ. ആ വിശ്വാസത്തോടെ ജീവിക്കുന്നതിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ കുരിശുമരണം അർത്ഥപൂർണമാകുന്നുള്ളൂ എന്ന് തിരിച്ചറിയാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.